Hi students, okay, next chapter role of parents ആണ്. പാരൻസിൻ്റെ റോൾ എന്താണ് വാല്യൂ ഡെവലപ്മെൻറ്റിൽ എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സയൻറ്റിഫിക് അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഇനി നമ്മുടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് നമ്മുടെ ലോകത്തിൽ നടക്കുന്നുണ്ട്. സോ ഇൻഡസ്ട്രിയലൈസേഷൻ അങ്ങനെ ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ വാല്യൂ സ്ട്രക്ചറും മോറൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ അതിനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബൽ ലെവലിൽ ലോകത്തിൽ എല്ലായിടത്തും ഒരു വാല്യൂ ക്രൈസിസ് സംഭവിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഒരാളെ കൊലപാതകം നടത്തുക, ക്രൈമുകൾ നടത്തുക, ഇതൊക്കെ ഇപ്പോൾ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ ഒരുപാട് ക്രൈമുകളും ഒരുപാട് ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൊസൈറ്റിയിൽ. അത് നമ്മൾ ഫാമിലീസിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ വാല്യൂസൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി വാല്യൂസിലൊക്കെ. So it is a right time therefore for us to rise to act and make conscious effort to arrest that trend and lead to the families in the right direction. So ഇതെന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ടൈമാണ്, നമ്മൾ ആക്ഷൻ എടുക്കേണ്ട യഥാർത്ഥ സമയമാണിപ്പോൾ. നമ്മുടെ ഭാഗത്തു നിന്നൊരു കോൺഷ്യസ് എഫേർട്ട് വേണം. അതേപോലെ തന്നെ നമുക്ക് ഫാമിലീസിനെയൊക്കെ നമുക്ക് റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരണം. അപ്പോൾ ഇതൊരു കറക്റ്റ് ടൈമാണ് ആക്ഷൻ എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആണ്, എല്ലാവരും കൺസേൺഡ് ആണ് എന്തിനെക്കുറിച്ചാണ്? ബിഹേവിയറൽ സ്റ്റാൻഡേർഡ് ആൻഡ് പാറ്റേൺ ഓഫ് പീപ്പിൾ ഡിറ്റീരിയോറേഷൻ, അതായത് ജനങ്ങളിൽ അവരുടെ പെരുമാറ്റം അതേപോലെ സ്റ്റാൻഡേർഡ് ഇതെല്ലാം കുറഞ്ഞിരിക്കുകയാണ്. A majority of the system and the structure have been affected by the deterioration of distortion. അപ്പോൾ ഒരു എല്ലായിടത്തും എന്ത് സംഭവിച്ചിട്ടുണ്ട്? മൂല്യച്യുതി എന്ന് പറയും, വാല്യൂസൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. The individual as a member of the group, system or structure may be held responsible for them from one point of view. So അവിടെ ഓരോ വ്യക്തികളും അതിന് ഉത്തരവാദിയാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിൽ ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതല്ലെങ്കിൽ പല സിറ്റുവേഷനിലും ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടോ, ആൾക്കാർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനും വരുന്നുണ്ട്, ഹെൽപ്ലെസ് ആവുന്നുണ്ട് പലപ്പോഴും. സോ വൺ ഹാസ് ടു തിങ്ക് സീരിയസ്ലി ടു ഫൈൻഡ് ദ റൂട്ട് cause of this behavioral deterioration. One of the major factors is the change our attitude, beliefs, ideas and standards. സോ ഇതിനൊരു റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരുന്നത്, ഈ പ്രശ്നങ്ങളുടെ ഉറവിടം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വാല്യൂസിൽ. ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം നമ്മൾ വാല്യൂ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാല്യൂസ് ആണ്. ഫാമിലി അല്ലെങ്കിൽ കുടുംബമാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് സ്കിൽസ് നമുക്ക് കൊണ്ടുവരാനും വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ കുട്ടികളിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ദ ഡെയിലി ഇൻ്ററാക്ഷൻ വിത്തിൻ ദ ഫാമിലി മെമ്പേഴ്സ് ഫോം ഹാബിറ്റ്സ് വിച്ച് ആർ കണ്ടക്റ്റീവ് ടു ദ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു ഫാമിലി മെമ്പേഴ്സ് നടത്തുന്ന ഡെയിലി ഇൻ്ററാക്ഷൻ അതാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. സോ ഈച്ച് ഫാമിലി കെയർഫുള്ളി ഐഡൻറ്റിഫൈ സ്കിൽസ് ആൻഡ് വാല്യൂസ് ടു ബി അക്വയർഡ് ബൈ ഫാമിലി മെമ്പേഴ്സ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലീസും എന്ത് ശ്രദ്ധിക്കണം, അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ എന്ത് വാല്യൂസ് കൊണ്ടുവരണം എന്ന കാര്യം അവർ ശ്രദ്ധിക്കണം. സോ ഇൻ്ററാക്ഷൻ നടത്തുമ്പോൾ അവർ ശ്രദ്ധിക്കണം. സോ പണ്ട് കാലത്ത് റിലീജിയൻസ് എന്ന് പറയുന്ന റിലീജിയൻ അല്ലെങ്കിൽ മതത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സോ മതമായിരുന്നു പ്രധാനപ്പെട്ട സോഴ്സ് വാല്യൂസിൻ്റെ. ഇപ്പോൾ ഹോളി ബുക്സ് എന്ന് പറയുന്നത് മതഗ്രന്ഥങ്ങൾ ആണ് പലപ്പോഴും ഫാമിലിയിൽ റെഫറൻസിന് ഉപയോഗിക്കാറ്. സോ അതിൽ ഒരുപാട് വാല്യൂസ് ഹോളി ബുക്സിൽ പറയുന്നുണ്ട്. പലപ്പോഴും പല ഫാമിലിയിൽ ഇപ്പോഴും അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഹോളി ബുക്സിൽ ഫുൾ ഓഫ് വാല്യൂസാണ്.
അവർ സ്നേഹം, അതേപോലെ സൗഹൃദം, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള വാല്യൂസാണ് ഇതിൽ പറയുന്നത്, ഹോളി ബുക്സിലെല്ലാം പറയുന്നത്. സോ നമ്മുടെ പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയിൽ പല ഫാമിലീസും പല റിലീജിയനിലായതുകൊണ്ട് ഒരുപാട് ബുക്സ് അവർക്ക് അവൈലബിൾ ആണ്. സോ അതുകൂടാതെ ഒന്നിലധികം ബുക്സുകൾ നമുക്ക് ഹോളി ബുക്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ പലപ്പോഴും സൊസൈറ്റിയിലൊരു ദലീമ സംഭവിക്കാം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, റിലീജിയസ് ആയിട്ടുള്ള ബുക്സുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് വാല്യൂസും കാര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നത്. ഇനി ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? എത്തിക്കൽ കൺസിഡറേഷനും അതേപോലെ തന്നെ എല്ലാമാണ്. നമ്മുടെ ഭരണഘടനയിലെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നുണ്ട്. വാല്യൂസൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്, അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ to sovereign, socialist, secular, democratic republic and to secure all its citizens justice, liberty, equality, fraternity. സോ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം ഒരു സെക്യുലർ ആയിട്ടുള്ള രാജ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ജനങ്ങൾക്കും നീതിയും സ്വാതന്ത്ര്യവും ഇക്വാലിറ്റിയും ഒക്കെ അനുവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഭരണഘടനയിൽ വാല്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ജസ്റ്റിസ്, നീതി, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, ഇതൊക്കെ പ്രധാനപ്പെട്ട വാല്യൂസാണ്. അതേപോലെ തന്നെ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാല്യൂസ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഓരോ കുടുംബത്തിലും വാല്യൂസ് വരുന്നതിന് എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നാണ്? കൾച്ചർ, ട്രഡീഷൻ, സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോ ഓരോ ഫാമിലിയും അവരുടേതായ ഒരു കൾച്ചറും ട്രഡീഷനും ഉണ്ടായിരിക്കും. അതുകൂടാതെ അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ്, ആ ഫാമിലി ഉൾപ്പെടുന്ന എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതേപോലെ തന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 2 തരത്തിലുള്ള ഫാമിലി ഉണ്ട്. അച്ഛന് പ്രാധാന്യമുള്ളത് പാട്രിയാർഷ്യൽ, മദേഴ്സ്, അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന മാട്രിയാർഷ്യൽ, അങ്ങനെ 2 സൊസൈറ്റിയാണ് ഉള്ളത്. പിന്നെ വാല്യൂസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ടാണ് വാല്യൂസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് സോഷ്യൽ, എക്കണോമിക്, ഇൻ്റലക്ച്വൽ, അതേപോലെ തന്നെ കൾച്ചറൽ, സ്പിരിച്വൽ, അങ്ങനെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനനുസരിച്ച് വാല്യൂസിലും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ അവിടെ ഒരുപാട് വാല്യൂസ് ഇവിടെ വരുന്നുണ്ട്. ഗാന്ധിജി അഡ്വക്കേറ്റഡ് 2 വാല്യൂസ്, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 2 വാല്യൂസ് എന്താണ്? സത്യം, അഹിംസ. പ്രധാനപ്പെട്ട ഫാമിലികളിൽ മെയിനായിട്ട് വാല്യൂസ് വരുന്നത് ക്ലെൻലിനെസ്, ട്രൂത്ത്, ഹാർഡ് വർക്ക്, ഇക്വാലിറ്റി, കോപ്പറേഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഫാമിലീസിൽ പ്രധാനപ്പെട്ട 5 വാല്യൂസ് വരുന്നത്. ക്ലെൻലിനെസ്, സത്യം പറയണം, ക്ലീൻലിനെസ് വേണം, ഹാർഡ് വർക്ക് വേണം, ഇക്വാലിറ്റി വേണം, കോപ്പറേഷൻ വേണം. ഇതാണ് മെയിനായിട്ട് എല്ലാ ഫാമിലീസും നൽകുന്ന വാല്യൂസ്. വൺ മേ സീ അനദർ സെറ്റ് ഓഫ് 5 വാല്യൂസ്, അതായത് ട്രൂത്ത്, സത്യം, റൈറ്റിയസ് കണ്ടക്ട്, പീസ്, ലവ് ആൻഡ് നോൺ വയലൻസ്. ഇതും പല ഫാമിലീസിലും വാല്യൂസിൽ ഉൾപ്പെടുത്താറുണ്ട്. ഫാമിലീസ് ആർ ഫ്രീ ടു ചൂസ് ദ വാല്യൂസ് ഫോർ ദംസെൽവ്സ്. എല്ലാ കുടുംബത്തിനും ഫ്രീഡം ഉണ്ട്, എന്തെല്ലാം വാല്യൂസാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നത് ഫാമിലീസിന് എന്തുണ്ടായിരിക്കും? സെലക്ട് ചെയ്യാം. ഇനി പ്രധാനപ്പെട്ട റോൾ ഏതൊരു ഫാമിലിയിലും പറയുന്നത് എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ലവ് ഫോർ ലൈഫ് ആൻഡ് കൺസേൺ ഫോർ സഫറിങ്. എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ജീവിതത്തിനോടൊരു സ്നേഹം, അതേപോലെ തന്നെ നമ്മുടെ സഫറിങ്സിന് അതിനെല്ലാം ഒരു പരിഗണന, സഹിഷ്ണുത, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ റിയൽ ഫ്രീഡം ക്യാൻ ബി പെർസീവ്ഡ് വിത്ത് വാല്യൂ ഓഫ് ഡെമോക്രസി. നമുക്ക് ഫ്രീഡം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഡെമോക്രസിയിൽ നിന്നാണ്. In this light, a family must provide training of character to all its members. Naturally, parents play a key role.
സോ ഒരു ഫാമിലിയിൽ വാല്യൂസ് നൽകേണ്ടത് ആരാണ്? അവിടുത്തെ ഫാമിലി മെമ്പേഴ്സാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്വഭാവം അതൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് മെയിനായിട്ട് പാരൻസാണ്. പാരൻസിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഇനി പ്രോസസ് ഓഫ് വാല്യൂ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പാരൻസ് ടു നോ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. പ്രധാനമായിട്ട് ഡെവലപ്മെൻറ്റ് വരുന്നത് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് മോറൽ 3 തരത്തിലാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് മോറൽ ഡെവലപ്മെൻറ്റ് പറയുന്നത് പിഗറ്റ് സ്റ്റഡീസ് ദ മോറൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഹി ഒബ്സർവ് ദാറ്റ് മോറൽ ജഡ്ജ്മെൻറ്റ് ഗ്രോസ് വിത്ത് ഏജ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ട് മോറൽ ജഡ്ജ്മെൻറ്റിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. The major areas studied by Piaget included justice, equality, authority and responsibility. പ്രധാനപ്പെട്ട ഏരിയാസ് വരുന്നത് മോറൽ വാല്യൂസിൽ വരുന്നത് ജസ്റ്റിസ്, ഇക്വാലിറ്റി, അതോറിറ്റിയാണ്. അതേപോലെ റെസ്പോൺസിബിലിറ്റി. സോ ഇത് പ്രധാനപ്പെട്ട വാല്യൂസാണ്. ഇനി ഗുപ്ത KM സ്റ്റഡീസ് മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ ആൻഡ് ഒബ്സർവ് 4 സ്റ്റേജസ്. അപ്പോൾ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഗുപ്ത സ്റ്റഡി ചെയ്ത സമയത്ത് സ്കൂൾ കുട്ടികളിൽ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ പ്രധാനമായിട്ട് 4 സ്റ്റേജാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ് റിക്വയർ ദ അറ്റൻഷൻ ഓഫ് പാരൻസ് ടു മേക്ക് എ ചൈൽഡ് അവെയർ. ദിസ് ഹെൽപ്സ് ദം ടു നോ ദ കോൺസിക്വൻസസ് ഓഫ് ദെയർ ബിഹേവിയർ. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് വേണം? അറ്റൻഷൻ ഓഫ് പാരൻസ്, കുട്ടികളെ അവെയർനെസ് കൊടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. അങ്ങനെയാണ് അവർക്ക് കോൺസിക്വൻസസ് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു പെരുമാറ്റം, ബിഹേവിയറിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവെയർനെസ് ഫസ്റ്റ് ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം, പാരൻസ്. സെക്കൻഡ് സ്റ്റേജ്, പാർഷ്യൽ ഇവാലുവേഷൻ. എ ചൈൽഡ് ലുക്സ് അറ്റ് ദ ഇൻസിഡൻസ് ഫ്രം വൺ ആംഗിൾ ഓൺലി. നാച്ചുറലി പാരൻസ് മസ്റ്റ് ഡിസ്കസ് വിത്ത് ദ ചൈൽഡ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഫോർ ഈച്ച് സൈഡ്. ഇനി കുട്ടികൾ ഓരോ കാര്യം ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രമാണ് നോക്കിക്കാണുക. ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് കുട്ടികൾ നോക്കിക്കാണുക. സോ പാരൻസ് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് അതിൻ്റെ അതർ സൈഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് അതും കൂടി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി തേർഡ് സ്റ്റേജ് വരുന്നത് ഫുൾ ഇവാലുവേഷൻ. എ ചൈൽഡ് പ്രൊവൈഡ് റീസണിങ് ഫോർ ഹിസ് ബിഹേവിയർ ഇൻ ആൻ ആക്സിഡൻറ്റ്. നാച്ചുറലി പാരൻസ് ഹാവ് ടു ഗൈഡ് ഹിം ഹർ കം ക്ലോസ് ടു റിയാലിറ്റി. അതായത് ഒരു കുട്ടീനെ സംബന്ധിച്ചോളം ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയറിൽ റീസണിങ്, അതായത് ഫുൾ ഇവാലുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതായത് ആ കുട്ടിക്ക് നാച്ചുറലി പാരൻസ് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയറിൽ ഫുൾ മാറ്റം വരും. അപ്പോൾ ആര് ശ്രദ്ധിക്കണം? പാരൻസാണ് ആ കുട്ടീനെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവരേണ്ടത് ആരാണ്? പാരൻസാണ്. അതാണ് ഫുൾ ഇവാലുവേഷൻ. ഒരു കുട്ടി ഒരു ഇൻസിഡൻറ്റിനെ നോക്കിക്കാണുന്നത് പലപ്പോഴും ഒരു ഫുൾ ഇവാലുവേഷൻ വരുന്ന സമയത്ത് ആ കുട്ടിയെ ഫുള്ളായിട്ട് ഗൈഡ് ചെയ്തിട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടത് പാരൻസാണ്. ജനറലൈസ്ഡ് കമൻറ്റ്സ്. A child requires feedback from the parents to work for the welfare of the society, family and society. ഇനി ജനറൽ കമൻറ്റ്സ് വരാം. സോ ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത് ഫീഡ്ബാക്കാണ്. പാരൻസിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും ഫീഡ്ബാക്ക് വേണം. ദ ചിൽഡ്രൻ ആർ ആൾവേസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പിയേഴ്സ് ഇൻ ദ കമ്പനി. പലപ്പോഴും അവരുടെ ഒരേ പ്രായത്തിലുള്ളവരുടെ ഇൻഫ്ലുവൻസിലായിരിക്കും, അവരുടെ സ്വാധീനത്തിലായിരിക്കും. So the parental authority is almost absent in the presence of peers. പലപ്പോഴും അവരുടെ ഫ്രണ്ട്സ് ഉള്ള സമയത്ത് ആരുടെ അതോറിറ്റി അവിടെ വരുന്നില്ല? പാരൻസിൻ്റെ അതോറിറ്റി വരുന്നില്ല. സോ ചിൽഡ്രൻ റിക്വയർ സജഷൻസ് ഫ്രം ദ പാരൻസ് ടു ഓവർകം പിയർ പ്രഷർ ടു മെയിൻലി ഫാമിലി വാല്യൂസ്. അപ്പോൾ പലപ്പോഴും പിയർ പ്രഷർ ഉണ്ടായിരിക്കും, അതായത് കൂടെ ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഇംപ്രഷൻ. സോ അതിന്ന് കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ അത് പാരൻസിന് സാധിക്കുള്ളൂ. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യണം? കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് സജഷൻസ് നൽകണം. പിയർ പ്രഷർ അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ച് പാരൻസ് സജഷൻ നൽകണം. ഇനി പാരൻസ് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്.
വാല്യൂ എഡ്യൂക്കേഷനിൽ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സ്കൂൾ പീരീഡിന് മുന്നേ തന്നെ തുടങ്ങുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന വാല്യൂസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ. സോ പാരൻസ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഏജൻറ്റ് എന്ന് പറയാം. വാല്യൂ ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാൾ പാരൻസ് തന്നെയാണ്. ഒരാളും ജനിക്കുന്നത് വാല്യൂസിലൂടെയല്ല, അവർ വളർന്നു വരുമ്പോഴാണ് പാരൻസിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഗ്രാൻഡ് പാരൻസ് അങ്ങനെ വീട്ടിലുള്ളവരിൽ നിന്ന്, ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണ് ഒരു കുട്ടിക്ക് കുട്ടിയിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദീസ് വാല്യൂസ് ആർ യൂഷ്വലി സച്ച് ദാറ്റ് ദേ പ്രിപ്പയർ എ ചൈൽഡ് ടു ബി ആക്സെപ്റ്റഡ് ഇൻ സൊസൈറ്റി. അപ്പം നമ്മൾ എങ്ങനെ കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യണം? ആ കുട്ടികളെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ. ലേണിംഗ് ടു പുട്ട് തിങ്സ് ഇൻ ഓർഡർലി മാനർ, ഗ്രീറ്റിംഗ് ദ എൽഡേഴ്സ്. എന്തൊക്കെ വാല്യൂസാണ്? നമുക്ക് സാധനങ്ങൾ ഓർഡറായിട്ട് വെക്കുക, അതേപോലെ തന്നെ ഏജായ ആൾക്കാരെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക, സമയത്തിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, ടൈം ഷെഡ്യൂൾ, അതേപോലെ തന്നെ വയലൻസ് നമ്മൾക്ക് വയലൻസിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കണം. ദാറ്റ് ഈസ് ത്രോയിങ് ഓബ്ജക്ട്സ്, സാധനങ്ങൾ വലിച്ചെറിയുക, സാധനങ്ങൾ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള വയലൻസിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണം. അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നമ്മൾ കുട്ടികളെ അതൊന്ന് മാറ്റിയെടുക്കണം. സോ ഇതൊക്കെ ഇനീഷ്യൽ ബിഗിനിങ്സ് ആണ് വാല്യൂ എഡ്യൂക്കേഷൻ്റെ. ഇനി മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻസ് ആർ ദോസ് വിച്ച് ഹാവ് ബീൻ ഇൻ സൊസൈറ്റി ഫ്രം ദ സൊസൈറ്റി. സോ പലപ്പോഴും കുട്ടികൾക്ക് സൊസൈറ്റിയിൽ നിന്ന് പല ഇതും ലഭിക്കാറുണ്ട്. സം ഹിയർ ഡ്യൂറിങ് ദ മിഡ് ഓർ ലേറ്റ് അഡോളസൻസ് ദ ഇൻഡിവിജ്വൽസ് ബിഗൻസ് ടു ക്വസ്റ്റ്യൻ ദീസ് വാല്യൂസ്. പിന്നെ പലപ്പോഴും കുട്ടികൾ ഈ വാല്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറുണ്ട്. ഒരു ഏജ് കഴിയുമ്പോൾ ഫാമിലി വാല്യൂസിനെ അവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാം. Sure, participate in life experience. Old values are judged and reshaped to the new values. കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുമ്പോൾ അതായത് ഫാമിലിയിൽ നിന്ന് ലഭിച്ച വാല്യൂസ് ചിലപ്പോൾ അവർ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അവർ പുതിയ വാല്യൂസ് അവർ അഡോപ്റ്റ് ചെയ്യും. As a child grows, she or he begin to practice the values learned in early childhood. അപ്പോൾ നമ്മൾ കുട്ടി വളരുന്ന സമയത്ത് കുട്ടി ചെറുപ്പത്തിൽ ലഭിച്ച വാല്യൂസ് പ്രാക്ടീസ് ചെയ്യും. സോ വാല്യൂസ് ആർ ആൾസോ മെഷർഡ് ഇൻ ടേംസ് ഓഫ് ചേഞ്ചിങ് സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽസ് നീഡ്സ് ആൻഡ് സ്കിൽസ്. സോ വാല്യൂസ് എപ്പോഴും മെഷർ ചെയ്യപ്പെടും. സൊസൈറ്റിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് വാല്യൂസും നമുക്ക് മെഷർമെൻറ്റ് വരുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് പല സിറ്റുവേഷനിലും അവരുടെ വാല്യൂസ് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. സോ ഇനി വാല്യൂ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കൺവെൻഷൻ സ്റ്റേജ്. ഐ ഡു സോ ബിക്കോസ് മൈ പാരൻസ് സേ സോ. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 7 വയസ്സ് വരെയുള്ള പ്രായം. 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികൾ ഓരോ കാര്യം പറയുമ്പോൾ എങ്ങനെ പറയും? ഞാൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് മൈ പാരൻസ് സേ സോ. എൻ്റെ പാരൻസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ബിക്കോസ് ഡൂയിങ് സോ വിൽ ഗെറ്റ് മീ അപ്രീഷിയേഷൻ ഗിഫ്റ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും അപ്രീസിയേഷൻ നൽകും, ഗിഫ്റ്റ് നൽകും. സോ അതുകൊണ്ട് അഭിനന്ദിക്കും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. സോ എപ്പോഴും കുട്ടികൾ 0 to 7 ഏജിലുള്ള കുട്ടികളെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അത് പ്രോത്സാഹിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ 7 വയസ്സ് വരെയുള്ള കുട്ടികളത് അങ്ങനെയാണ് അവരിൽ ആ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് കൺവെൻഷണൽ സ്റ്റേജാണ്. ബിക്കോസ് യു വിൽ ലൈക്ക് മീ ബെറ്റർ ആസ് റിലേറ്റഡ് ടു പിയേഴ്സ്, പാരൻസ്, ടീച്ചേഴ്സ്. സോ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ്? ബിക്കോസ് യു വിൽ ലൈക്ക് മീ ബെറ്റർ, എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിയേഴ്സ്, പാരൻസ്, ടീച്ചേഴ്സിനെ അപേക്ഷിച്ചിട്ട് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതും ഈ വാല്യൂസുമായിട്ട് അതാണ് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ്. അവരെന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ബിക്കോസ് ഇറ്റ് ഈസ് ദ ലോ ആൻഡ് ഐ ഹാവ് ടു ഡു ഇറ്റ്. അതല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? സോ അത് ഇങ്ങനെയാണ്, നിയമം അതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു, സോ അങ്ങനെ വേണം, സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ കുട്ടികൾ ചിന്തിക്കാം. ആ ഒരു സ്റ്റേജ് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അങ്ങനെയാണ് വാല്യൂസ് ഡെവലപ്മെൻറ്റ് വരുന്നത്. സോ അവരെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, അവരെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സ്വഭാവമുള്ള കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ, അതേപോലെ. അതല്ലെങ്കിൽ അവരത് നിയമമാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് 18 വയസ്സ്
മുതലുള്ള പ്രായമാണ് 18+ വരുന്നത്. ബിക്കോസ് ജസ്റ്റിസ് റിക്വയർ ഇറ്റ്, പലപ്പോഴും നീതി അതാണ് അവർ നോക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹ്യൂമാനിറ്റി, സമൂഹത്തിന് നല്ലതാണ്. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞ് അവർ ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. നീതി, ഇതാണ് ജസ്റ്റിസ്. സോ ഇതാണ് ശരിയായ വാല്യൂ, ശരിയായ ബിഹേവിയർ. അതല്ലെങ്കിൽ ഇതാണ് സൊസൈറ്റി, ഹ്യൂമാനിറ്റിക്ക് നല്ല കാര്യം ഇതാണെന്ന് ചിന്തിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസിന് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്സ് ടു ഫോളോ. എന്തെല്ലാം സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? The child nurtured in a home with sound values and educated in the school that reinforces these values would therefore move along these steps. So എന്തൊക്കെയാണ് വാല്യൂസ് അഡോപ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്? ഷീ ഓർ ഹീ വുഡ് റിവ്യൂ ദ ഓൾട്ടർനേറ്റീവ് അവൈലബിൾ. നമ്മുടെ മുന്നിൽ ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം, റിവ്യൂ ചെയ്യണം. ചോയ്സസ് ഉണ്ടാവും, ബിഹേവിയറിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. തോട്ട്ഫുള്ളി കൺസിഡർ ദ കോൺസിക്വൻസസ് ഓഫ് ദ ഓൾട്ടർനേറ്റീവ്. നമ്മുടെ മുന്നിലുള്ള ഓൾട്ടർനേറ്റീവ്സിൻ്റെ കോൺസിക്വൻസസ്, നമ്മൾ ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും? നമുക്കറിയാം, 2 ബിഹേവിയർ. ചെറിയ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്താൽ അമ്മ അടിക്കും, അമ്മ ചീത്ത പറയും. സോ അങ്ങനെ, അല്ലെങ്കിൽ അമ്മ നല്ലത് ചെയ്തു എന്ന് പറയും. സോ ഓരോ ആക്ഷനും കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. സോ അത് ഇവാലുവേറ്റ് ചെയ്യും. ചൂസ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ് ഫ്രീലി. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഏത് വേണം, വീട്ടിൽ നിന്ന് അടി വാങ്ങിക്കണോ, ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ നിന്ന് അടി കിട്ടും, ഡ്രസ്സിൽ ചളിയായ വീട്ടിൽ നിന്ന് ചീത്തയേക്കും. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോന്നും ചിന്തിക്കും. പബ്ലിക്കലി കൺഫേം ബിലീവ്സ് ഓർ വാല്യൂസ്. പിന്നെ വരുന്നത് അവർ കൺഫേം ചെയ്യും വാല്യൂസും ബിലീഫ്സും. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, സോ എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ഇങ്ങനെയാണ് പെരുമാറുക. സോ അങ്ങനെ വാല്യൂസിനെ കുറിച്ച് അവർ പബ്ലിക്കായിട്ട് കൺഫേം ചെയ്യും. ദെൻ അവരവരുടെ സ്വന്തം വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. പ്രൈസ് ആൻഡ് ചെറിഷ് ഹിസ് ബിലീഫ് ആൻഡ് ബിഹേവിയർ. പലപ്പോഴും അവർക്ക് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാം അവരുടെ വിശ്വാസങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും. ആക്ട് ഇൻ എ പേഴ്സൺ കൺസിസ്റ്റൻസി ആൻഡ് റിപ്പീറ്റിംഗ് ഇൻഡിക്കേഷൻസ് ദ വാല്യൂ പ്രൊഫൈൽ. അപ്പോൾ അവരെപ്പോഴും ആ ഒരു രീതിയിൽ കൺസിസ്റ്റൻ്റ്ലി റിപ്പീറ്റഡ്ലി അവരെന്ത് ചെയ്യും, ആ വാല്യൂ പ്രൊഫൈൽ കണ്ടിന്യൂ ചെയ്യും. സോ ഇതൊക്കെയാണ് സ്റ്റെപ്സ്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത്, വാല്യൂ ഡെവലപ്മെൻറ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ കുട്ടികളും. In order to become an adult who is able to stand up for a particular value, know and act on that value. അപ്പോൾ ഓരോ കുട്ടിയും എന്ത് ചെയ്യണം, ആ വാല്യൂസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ആ വാല്യൂസിന് വേണ്ടി ചെയ്യണം, ആക്ട് ചെയ്യണം. സ്റ്റാൻഡ് അപ്പ് ഫോർ എ പർട്ടിക്കുലർ വാല്യൂ. അതിന് സാധിക്കണം ആ കുട്ടിക്ക്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, സെക്കൻഡ് പാർട്ടിൽ. സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ.